BJPയുടെ മേയറും ഡെപ്യൂട്ടി മേയറും ഉണ്ടാവുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദം നൽകുന്ന ഒരു കാര്യമാണ്. അല്ല, തീർച്ചയായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വലിയൊരു ഊർജ്ജമാണ് NDAക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരത്തെ ഭരണവും മറ്റ് പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടായ മുന്നേറ്റവും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. താങ്കൾ അധ്യക്ഷനായ മുതൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള ശ്രമം തുടങ്ങി. അതിന്റെ ഒരു തുടർച്ചയായിട്ടല്ല ഇപ്പോൾ ഇങ്ങനെ വന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ 35 സീറ്റുകളിൽ ഞങ്ങൾ വിജയിച്ചപ്പോൾ തൊട്ടടുത്ത രണ്ടാം സ്ഥാനത്ത് 12 സീറ്റുകളിൽ ഞങ്ങൾ വന്നിരുന്നു. കുറഞ്ഞ വോട്ടുകൾക്ക് മൂന്നാം സ്ഥാനത്തായ വേറെയും സീറ്റുകൾ ഉണ്ടായിരുന്നു. പടിപടിയായിട്ടുള്ള വളർച്ചയാണ് തിരുവനന്തപുരത്തെ BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇത്തവണ അതിന്റെ ഫലം കൊയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇല്ലില്ല, അത് ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ പാറ്റേൺ ആണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം നോക്കിയല്ല ആളുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റേതും വേറെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ വലിയ സംഖ്യയിൽ വിജയിച്ചു വരും നിയമസഭയിൽ എന്നുള്ളത് നിങ്ങൾ ഉറപ്പിച്ചോളൂ. താങ്കൾ സംസ്ഥാന അധ്യക്ഷനായിരിക്കെ യുവമോർച്ച പ്രസിഡന്റാണ്, താങ്കളുടെ തന്നെ ഒരു അനുയായി വരുന്ന ഒരാളാണ് മേയറായി വരുന്നത്. അല്ല, സ്വാഭാവികമാണല്ലോ. അദ്ദേഹം യുവമോർച്ചയിൽ എന്റെ സഹപ്രവർത്തകനായിരുന്നു. പിന്നീട് ഞാൻ അധ്യക്ഷനായപ്പോഴും അദ്ദേഹം പാർട്ടിയിൽ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്നു. രാജീവേട്ടൻ പ്രസിഡന്റ് ആയപ്പോഴും അദ്ദേഹത്തിന് ആ വലിയ ചുമതലകളെല്ലാം നൽകുകയുണ്ടായിട്ടുണ്ട്. അത് ഒരു സ്വാഭാവിക പരിണാമം മാത്രമാണ്. ഒരിക്കലുമില്ല. ഞാൻ മേയർ ആരാവുമെന്നോ ഡെപ്യൂട്ടി മേയർ ആരാവുമെന്നോ രാജീവ് ജി എന്നോട് പറയുമ്പോൾ മാത്രമാണ് ഞാൻ അറിഞ്ഞത്. ഒന്നുമില്ല. അങ്ങനെ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങുന്ന പാർട്ടിയല്ല BJP. എല്ലാ കാര്യങ്ങളും ഇന്ന് വിശദീകരിക്കേണ്ടതില്ലല്ലോ പ്രശാന്ത്. ഇനി ദിവസം എത്ര മുമ്പിലിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.